കടം പൂജ്യം എന്ന ഒരു ആശയത്തിലാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം എന്നറിയാം. അവർക്ക് ഇത്രയും വലിയ പ്രോജക്റ്റ്, ഇപ്പം അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചുള്ള എത്രയോ പ്രോജക്റ്റുകൾ ഇങ്ങനെ ഓൺഗോയിങ് ഉള്ളതാണ്. അതെല്ലാം നിലവിൽ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എല്ലാം കൃത്യസമയത്ത് കൈമാറും. അങ്ങനെ വളരെ നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന് ഈ കടം പൂജ്യം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പെട്ടെന്ന് നമുക്കൊരു കൗതുകവും അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ തോന്നാം. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഇത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ അങ്ങനെ ഒരു ആശയത്തിൽ ഉറച്ചു നിന്ന് പോവുക എന്നത് എത്രത്തോളം ശ്രമകരമാണ്? അതിൻ്റെ ഭാഗമായിട്ടൊരു ബിസിനസ്സുകാരന് ഒരുപക്ഷെ കടന്നു പോകേണ്ട വഴികൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര എളുപ്പത്തിൽ ഇതെല്ലാം കെട്ടിപ്പോക്ക് സാധ്യമല്ല. നമ്മുടെ നൂലാമാലകൾ ഭരണത്തിൻ്റെ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ആകട്ടെ ഇതിൻ്റെയൊക്കെ ചരടുവലികൾക്കിടയിൽ കടന്നു വേണമല്ലോ ഏതൊരു കൊച്ചു കട പോലും നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ. അപ്പോൾ അങ്ങേക്ക് അങ്ങനെ ഏതെങ്കിലും വിധത്തിലൊരു സംശയം ഈ കാര്യത്തിൽ തോന്നുന്നുണ്ടോ? എന്താണ്? ദിബീഷ്, അതിനകത്ത് 2-3 കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമ്മളൊരു ആത്മഹത്യ നമ്മൾ പറയുമ്പോൾ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യം ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുകയാണ്. അത് ഈ കൊടിയുടെ നിറമൊന്നും നോക്കാൻ പാടില്ല. സ്വതന്ത്രമായ ഒരു അന്വേഷണം തന്നെ അക്കാര്യത്തിൽ വേണം. ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് മെയിനായിട്ടുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം ഫാമിലി പ്രോബ്ലംസാണ്. എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട്. പിന്നെ മൂന്നാമത് കാണുന്നത് ഇതുപോലെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശ്രീ വിജയകുമാർ പറഞ്ഞാൽ കേട്ട് ഇൻകം ടാക്സ് ശരിയാണ്. ഇൻകം ടാക്സ് ആക്ടിനകത്ത് അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷനൊന്നുമില്ല. പക്ഷേ അവരുടെ എൻക്വയറി സമയത്ത് PMLA വയലേഷൻ, അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ്, അതിൻ്റെ വയലേഷൻ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അത് നേരെ EDക്ക് കൊടുക്കാം. EDക്ക് വന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പം അതിന് ഞാൻ ജസ്റ്റിഫൈ ചെയ്യാമെന്ന് ഞാൻ പറയല്ല. അത് നമുക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. എന്താ നടന്നേക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ഇവരുടെ റെക്കോർഡ്സൊക്കെ എടുത്തു. ഇത്രത്തോളം ഒരു പാനിക് സിറ്റുവേഷൻ അയാൾക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. പക്ഷേ അയാളുടെ ഫാമിലി പ്രോബ്ലംസ് ഒന്നും ഉള്ളതായിട്ട് ആർക്കും അറിയില്ല. ഒരുപാട് അദ്ദേഹത്തിൻ്റെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഇതൊക്കെ ഞാൻ ചോദിച്ചപ്പോഴൊന്നും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും അയാൾക്കുണ്ടായിട്ടേ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് സുരേഷും പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നമ്മൾ കാണേണ്ടത് അപ്പോൾ ഫാമിലി പ്രോബ്ലംസ് അല്ല. പിന്നുള്ളത് പണത്തിൻ്റെ, അതായത് ഈ ഇത് ഞാൻ പറഞ്ഞില്ലേ, ആ സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ രീതിയിൽ തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ അത്ര പോസിബിൾ അല്ല കേരളത്തിൽ. പക്ഷേ പോസിബിളാക്കി കാണിച്ച ഒരു മനുഷ്യനാണ് ഇത്രയും വർഷങ്ങൾ കൊണ്ട്. 2005 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തി അദ്ദേഹത്തിനുണ്ട്. അത് ഈ രീതിയിലുണ്ടാക്കിയതാണ്. വേറെ ഒരു സ്വർണ്ണക്കടക്കാരൻ നമ്മൾ കണ്ടല്ലോ. അതായത് ആളുകൾക്ക് ഈ പണിക്കൂലിയൊന്നും ഇല്ലാതെ സ്വർണം ശരിയാക്കി കൊടുക്കും. അങ്ങ് സ്വർണ്ണം കൊടുക്കുകയാണ്, പണിക്കൂലി വേണ്ട എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒരു 100 പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അയാൾ കളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നവർ ലക്ഷക്കണക്കിന് രൂപ. അപ്പോൾ അങ്ങനെ ഉണ്ട്. പക്ഷേ അതാ ഞാൻ പറഞ്ഞ സാധാരണ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ റോയിയെ സംബന്ധിച്ചിടത്തോളം, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വിശ്വസിക്കാം. കാരണം കാണിച്ചു തന്നാണ്. അയാൾ ആരെ പറ്റിച്ചതോ കളിപ്പിച്ചതോ ആയിട്ട് ഇന്ന് വരെ ഒരു പരാതിയും വന്നിട്ടില്ല. സുരേഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഒരു പരാതിയും വന്നിട്ടില്ല. ആ രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് വലിയ നഷ്ടം തന്നെയാണ്. ഇതിൻ്റെ പുറകിൽ എന്താ ഉള്ളതെന്ന് നമുക്കറിയില്ല. അതറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള മാറ്റേഴ്സാണ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതെന്നും എന്തൊക്കെയാണ് അതിനകത്ത് അവർ കളക്ട് ചെയ്തതെന്നും അയാൾ പാനിക് സിറ്റുവേഷൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വല്ലതും അതിലുണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ചുള്ള ഒരു ശരിയായ ഒരു രീതിയിൽ അങ്ങോട്ട് എത്താൻ പറ്റൂ. എല്ലാ മലയാളികൾക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഇത് അറിയാനുള്ള ഒരു ഉത്കണ്ഠയുണ്ട്, ഒരു ആവേശമുണ്ട്. അത് അറിയണം. അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം 57 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇത്രത്തോളം വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ട് അത് മുഴുവൻ ഒരു കോൺഫിഡൻസും ഇല്ലാതെ ഈ ഗ്രൂപ്പ് അയാൾ തകർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ അത്രയും വലിയൊരു സിറ്റുവേഷനിൽ എങ്ങനെ വന്നു എന്ന്. ഇത് ഇത്രയും വലിയൊരു ബിസിനസ്സുകാരന് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളൊക്കെ താങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്ര പെട്ടെന്നൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവേണ്ടത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്താണ് അയാൾ ഭയപ്പെട്ടത്? ഭയം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാരണമാകാം. അത് ഏത് വിധത്തിലുണ്ടായി എന്നുള്ളതും ഒക്കെ അന്വേഷിക്കണം. സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത ആളാണെന്ന് അദ്ദേഹത്തിൻ്റെ അനിയൻ ബാബു പറയുന്നത് കേൾക്കുന്നു. അതേപോലെ തന്നെ ഈ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്കറിയുന്നില്ല.
പിന്നെ ഇങ്ങനെയുള്ളപ്പോൾ ഇങ്ങനൊരു മനുഷ്യന് ആത്മഹത്യ ചെയ്ത് എന്താണ് എന്നുള്ളതിന് എൻ്റെ ശരിയായ വിവരം പുറത്തു വരണം. അതിന് കൊടിയുടെ നിറമൊന്നും നോക്കണ്ട. ഇതും BJP ആയിട്ട് കൂട്ടിക്കെട്ടാൻ ഒരു കാര്യവും ഇല്ല യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇൻകം ടാക്സ് ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് BJP പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഒരു പാർട്ടിയെ പിടിക്കേണ്ട കാര്യമില്ല. അവരൊന്നും ചെയ്യുന്നൊന്നുമല്ല. ഇൻകം ടാക്സ് എല്ലാവരും വലിയ ബിസിനസ്സുകാരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അവരന്വേഷിക്കും. അതെല്ലാം ശരിയാണോ, ശരിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ടോ, അല്ലാതെ മാനിപ്പുലേഷൻ വല്ലതും ഉണ്ടോ, അത് അവരുടെ ബാധ്യത. അവർ നോക്കണം, അവരുടെ ജോലി അതാണ്. ഇതിനപ്പുറത്തോട്ട് വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു ഭീഷണി അതിലൊരു അങ്ങനെ വല്ലതും ഉണ്ടായോ എന്ന് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതാണ്.